നീ സഞ്ചരിക്കുന്ന വഴി ഉത്തമമെന്ന് ഉറപ്പിക്കുക, നീ സുരക്ഷിതനായിരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലെ സുഭാഷിതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇതുതന്നെയാണ് നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. ഗുഡ്നസ് പാരിഷ് ബീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുഡ്നസ് പാരിഷ് ബീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് മാവേലിക്കര ഭദ്രാസനത്തിന്റെ കീഴിലുള്ള ചെറിയനാട് സെയിന്റ് ജൂഡ് മലങ്കര കാത്തലിക് ചർച്ച്. ആയിരത്തി 1933 ചെറിയനാട് മലങ്കര കത്തോലിക്കരുടെ ഒരു കൂട്ടായ്മ ആദ്യമായി രൂപപ്പെടുന്നത്. 1936 ഇവിടുത്തെ ആദ്യത്തെ ഓലച്ചാപ്പൽ സ്ഥാപിതമായി. വിശുദ്ധ ലയനാടിന്റെ നാമധേയത്തിലാണ് ആ ദേവാലയം സ്ഥാപിതമായത്. അവിടെ നിന്നുള്ള വളർച്ച 1948 മറ്റൊരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. ആ ദേവാലയത്തോട് ചേർന്നാണ് ചെറിയനാട് ആദ്യത്തെ പോസ്റ്റ് ഓഫീസും സ്ഥാപിതമാകുന്നത്. പിന്നീടുള്ള വളർച്ചയനുസരിച്ച് 1976 നവംബർ മാസം 26-ാം തീയതി ഇവിടെ കൂദാശ ചെയ്യപ്പെട്ട ദേവാലയം വിശുദ്ധ യൂദാദേവസിന്റെ നാമധേയത്തിലാണ് കൂദാശ ചെയ്തത്. അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനി കൂദാശ ചെയ്ത ആ ദേവാലയം 8 പട്ട മാതൃകയിലുള്ള ദേവാലയമായിരുന്നു. വട്ടപ്പള്ളി എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് കാണുന്ന ദേവാലയം നിലവിൽ 4ാമത്തെ ദേവാലയമാണ്. 2006 ജനുവരി 10-ാം തീയതിയാണ് ഈ ദേവാലയം കൂദാശ ചെയ്തിട്ടുള്ളത്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാദേവസിന്റെയും ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ അൽഫോൺസാമയുടെയും തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള ഈ ദേവാലയത്തിൽ വിശുദ്ധ യൂദാദേവസിന്റെ നൊവേന തിരുനാൾ 11 ദിവസം നീണ്ടു നിൽക്കുന്ന നൊവേന തിരുനാളിന്റെ സമാപന ദിവസത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഈ തിരുനാൾ ആഘോഷം പങ്കെടുക്കുവാനും നിങ്ങളെ അത് പരിചയപ്പെടുത്താനാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് കൂടുതൽ കാര്യങ്ങളെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യാം. ദേവാലയത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇന്നത്തെ വിശുദ്ധ ബലിയർപ്പണത്തിനും കർമ്മങ്ങൾക്കുമായിട്ടുള്ള അലങ്കാരങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന തീർത്ഥാടകർക്കായിട്ട് ഇവിടെ നേർച്ച വെച്ചിട്ടുണ്ട്. ഇവിടെയും മറ്റൊരു സ്വർണ്ണക്കുരിശ്. വിശുദ്ധ ബലിയർപ്പണം നടക്കുന്ന ദേമയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ദേവാലയം നമുക്ക് ആദ്യം ഞാൻ സൂചിപ്പിച്ചു വിശുദ്ധ യൂദാദേവസിന്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. യൂദാദേവസിന്റെ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. വിശുദ്ധ യൂദാദേവസിന്റെ തിരുസ്വരൂപവും നമുക്ക് ഇവിടെ കാണാം. വിശ്വാസ വണക്കത്തിനായി അത് സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പോലീത്തായുടെ ഒരു ചിത്രവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മദ്ബഹയുടെ ഇടതുഭാഗത്താണ് ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായിട്ടുള്ള അൽഫോൺസാമയുടെ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അൽഫോൺസാമയുടെ ചിത്രം ഇവിടെ ലൈറ്റെല്ലാം ഇട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പിൻഭാഗത്ത് വളരെ ഭംഗിയായി അവിടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്നു. ഇത് നിത്യ സഹായമാതാവിന്റെ തിരുസ്വരൂപമാണ്. പ്രധാന മദ്ബഹ ചുവന്ന വിരികൊണ്ട് വേർതിരിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. അതിന് അപ്പുറത്ത് വളരെ മനോഹരമായി തിരിക്കാലുകളും കുരിശും ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മദ്ബഹയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇടവകയുടെ പ്രത്യേകതയും സവിശേഷതയും തിരുനാൾ ആഘോഷത്തെക്കുറിച്ചുമൊക്കെ ദേവാലയത്തിന്റെ ബഹുമാനപ്പെട്ട വികാരി ഫിലിപ്പ് ഇടയാനവിള അച്ഛന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയം പുനരൈക്യത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ രൂപപ്പെട്ടതാണ്. 1933 മാറിവാനിസ് പിതാവിന്റെ അനുഗ്രഹാശിസ്സുകളോടെ രൂപപ്പെട്ട ഈ ദേവാലയം ഇന്ന് ഒരു തീർത്ഥാടന ദേവാലയമായിട്ട് ഉയർന്നിരിക്കുകയാണ്. 2006 മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യ കാതോലിക്ക ബാവയായിരുന്ന സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ ഈ പുതിയ ദേവാലയം മൂറോൻ കൂദാശ ചെയ്തപ്പോൾ ഈ ദേവാലയത്തെ ഒരു തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിച്ചു.
അതിനുശേഷം 2009 ജൂലൈ 28 മാവേലിക്കര ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവ് ഈ ദേവാലയത്തിൽ വിശുദ്ധ യൂദാത്തദേവുസിന്റെയും അൽഫോൻസാമയുടെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചു. ഈ ദേവാലയം ഇടവകയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് യൂദാത്തദേവുസിന്റെ ഓർമ്മ തിരുനാളിനോട് ചേർന്നല്ല. അതിന് വിപരീതമായി ജാനുവരി മാസം 1 മുതൽ 11 വരെ നീണ്ടു നിൽക്കുന്ന തിരുനാളാണ് ഈ ദേവാലയം ആഘോഷിക്കുന്നത്. നൊവേന തിരുനാളായിട്ടാണ് ഈ ആഘോഷങ്ങൾ നടക്കുക. 11 ദിവസം അഭിമന്യ പിതാക്കന്മാരും വൈദികരും വന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നൊവേന അർപ്പിച്ച് തിരുശേഷിപ്പ് വണക്കം നടത്തി ഭക്തി നിർഭരമായിട്ട് ഈ തിരുനാൾ നടത്തുന്നതാണ് പതിവ്. ദേവാലയത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 ആളുകളാണ് എന്റെ കൂടെയുള്ളത്. തിരുനാളാഘോഷത്തിന്റെ ജനറൽ കൺവീനർ ജോസ് ചെറിയനാട്, ദേവാലയത്തിന്റെ ട്രസ്റ്റി ഷാജി നാടശാലയിൽ, ഇവിടുത്തെ സെക്രട്ടറി സജി തുണ്ടുമുറി. തിരുനാളാഘോഷത്തെക്കുറിച്ചും ഇവിടുത്തെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കൂടുതലായി തിരിച്ചറിയാം. ചെറിയനാട് പള്ളിയിലെ തിരുനാൾ എല്ലാ വർഷവും ജനുവരി 1 മുതൽ 11 വരെയാണ് ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്നത്. ജനുവരി 10 തീയതി ഈ നാടിന് ഒരു ഉത്സവമാകുന്ന രീതിയിൽ ചെറിയനാട് പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ജനങ്ങൾ പങ്കെടുക്കുന്ന തിരുനാൾ റാസയാണ് നടത്തപ്പെടുന്നത്. തിരുനാൾ റാസയും 11 തീയതി ഭക്തിനിർഭരമായ ആഘോഷമായ കുർബാനയും അതിനുശേഷം സ്നേഹവിരുന്നോടുകൂടിയാണ് ഇവിടുത്തെ പെരുന്നാൾ സമാപിക്കുന്നത്. ഇവിടുത്തെ തിരുനാൾ ആഘോഷങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തുന്നത് ഇടവക വിശ്വാസികളോടൊപ്പം ഈ ചെറിയനാട് പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ആൾക്കാർ ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ തിരുനാൾ ഏറ്റവും ഭംഗിയായി നടത്തപ്പെടുന്നത്. ഇന്ന് ഈ കാണുന്ന മനോഹരമായ ഒരു ദേവാലയമാകുന്നതിന് മുമ്പ് 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. ആദ്യം ഇത് ഒരു ഓലഷെഡായിരുന്നു, അതിനുശേഷം ഓടിട്ട ഒരു പള്ളിയായി, അതിനുശേഷം ഒരു കൂടാരപ്പള്ളിയായി, അതിനുശേഷമാണ് ഇന്ന് ഈ കാണുന്നതായ ഈ മനോഹര ദേവാലയം നമുക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും യൂദാസ്ലീഹായുടെ പ്രത്യേക മധ്യസ്ഥയിൽ അനേകായിരങ്ങളിലൂടെ വന്ന് പ്രാർത്ഥിച്ച് അവരുടെ എല്ലാം പ്രാർത്ഥനയുടെയും പ്രാർത്ഥനാ സഹായങ്ങളുടെയും സാമ്പത്തിക സഹായത്തിന്റെ ഒക്കെ ഒരു വലിയ പൂർത്തീകരണമാണ് ഞങ്ങളുടെ ഈ ദേവാലയം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന, വിശുദ്ധ ആരാധന, നൊവേന, തിരുശേഷിപ്പ് വണക്കം, അതിനുശേഷം വരുന്ന എല്ലാവർക്കും നേർച്ചകഞ്ഞി വിതരണം എന്നിവയുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. 2021 വരെ ഇവിടെ നേർച്ചക്കഞ്ഞിയെല്ലാം ബുക്കിംഗ് ആണ്. അതുപോലെ എല്ലാ ഭക്തജനങ്ങളും എല്ലാ ആൾക്കാരും ഇതിൽ വന്ന് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. ഇവരുടെ വാക്കുകളിൽ നിന്ന് തിരുനാൾ ആഘോഷത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുട്ടസ് പാരിഷ് മീറ്റിന്റെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും 3 പേർക്കും തിരുനാൾ ആഘോഷത്തിന്റെ പ്രത്യേക ആശംസകൾ. മാവേലിക്കര ഭദ്രാസനത്തിന്റെ അഭിവന്യ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവ് ഇപ്പോൾ കുട്ടസ് പാരിഷ് മീറ്റിനോട് കൂടെയുണ്ട്. ഈ തിരുനാൾ ആഘോഷത്തെക്കുറിച്ച് 2 വാക്ക് നമുക്ക് പിതാവിൽ നിന്ന് കേൾക്കാം. പ്രാർത്ഥനയുടെ ശക്തി എന്താണ് എന്ന് വിശുദ്ധ യൂദാത്തദേവോസ് സ്വന്തം അനുഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് പോലെ നാമും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുള്ളവരായി പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി ജീവിക്കുമ്പോൾ ധന്യമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. എന്റെ ദൈവം എന്നോടുകൂടിയുണ്ട്, ഞാൻ എന്റെ ദൈവത്തോടുകൂടിയാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ
ഈ പെരുന്നാളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ, വിശിഷ്യ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദയോസിന്റെ മധ്യസ്ഥതയിൽ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും ഈ നാടിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അഭിമന്യ പിതാവേ, വിറ്റ്നസ് പാരീഷ് മീറ്റിന്റെ നന്ദിയും സ്നേഹവും വളരെ വിനയത്തോടെ ഞാൻ അറിയിക്കുന്നു. തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയോ ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയോ ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീൻ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ ഇവിടെ നടക്കുന്ന തിരുനാൾ റാസയിൽ പങ്കുചേരുന്നു. അവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒത്തൊരുമിച്ച് ഈ നാടിന്റെ എല്ലാവിധമായ ഐശ്വര്യത്തിനും കാരണമായ വിശുദ്ധ യൂദാ ശ്ലീഹായോട് പ്രാർത്ഥിച്ച് ഈ നാടിനെ സമർപ്പിക്കുന്നു. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഈ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങി കടന്നു വരുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയെല്ലാം ഇന്നത്തെ ഈ തിരുനാൾ ദിനത്തിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെറിയനാട് സെയിന്റ് ജൂഡ് ദേവാലയത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ ഇപ്പുറത്തുള്ള പുളിക്കാമ്പാലം
ഓർത്തഡോക്സ് കപ്പേളയുടെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കപ്പേളയുടെ മുൻപിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് കാണാൻ നിരവധി വൈദികരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പഞ്ചവാദ്യ മേളങ്ങൾ ഇവിടെ മേളക്കൊഴുപ്പ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. റാസയിലേക്ക് പങ്കെടുക്കുവാനായിട്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ വിശ്വാസ തീഷ്ണതയോടെ ഭക്തിയുടെ നിറവോടുകൂടെ ഈ കപ്പേളയുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റാസ ആരംഭിക്കുന്നതിന് മുൻപ് ഓർത്തഡോക്സ് സഭയുടെ ഈ ദേവാലയത്തിന്റെ വികാരിയായിട്ടുള്ള PK കോശി അച്ഛന്റെ സന്ദേശത്തോടുകൂടെയാണ് ഈ റാസ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. മലങ്കര ലത്തീൻ മറ്റ് സീറോ മലബാർ ലത്തീൻ റീത്തുകളിൽ നമ്മൾ പ്രദക്ഷിണം എന്ന് പറയുന്ന പ്രദക്ഷിണത്തിനാണ് നമ്മൾ മലങ്കര റീത്തിൽ റാസ എന്ന് പറയുന്നത്. ആ റാസയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ഇപ്പോൾ ഇവിടെ സന്ദേശം ആരംഭിക്കുവാൻ പോവുകയാണ്. വാദ്യ മേളകളിലേക്ക് പ്രവേശിക്കും. ശക്തിയും വിശുദ്ധി
ശക്തിയും വിളങ്ങിടും വിശുദ്ധനെ സത്യപാതയിൽ നിന്നും ചേർത്തിടേണമേ. കർത്താവിന്റെ ദാസനെ വിശുദ്ധയുദാസിഹായി മുട്ടിച്ചായങ്ങേ മുൻപിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധയുദാസിഹായി മുട്ടിച്ചായങ്ങേ മുൻപിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പാലസ്തീനിൽ നിന്നു നീ യേശുവിന്റെ സാക്ഷി പാലിലെന്നും പാവന പ്രകാശതാരമാ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തിയോടെ ഞങ്ങൾക്കാ നിത്യവും സഹായമേകി കാത്തിടേണമേ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തിയോടെ ഞങ്ങൾക്കാ നിത്യവും സഹായമേകി കാത്തിടേണമേ. കർത്താവിന്റെ ദാസനെ വിശുദ്ധയുദാസിഹായി മുത്തിപ്പായങ്ങേ മുൻപിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധയുദാസിഹായി മുത്തിപ്പായങ്ങേ മുൻപിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കഷ്ടപ്പാടും കണ്ണീരും ദൈവമായ കർത്താവ് നിങ്ങളെയും കുടുംബങ്ങളിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും മരിച്ചുപോയിട്ടുള്ളവരുടെ ആത്മാക്കളെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവേ, ബലഹീനമുള്ളവയും കുറ്റമുള്ളവയുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ഓശോ വബുക്കുല സുബാൻ ലോൽമീ. വിശുദ്ധയുദാസിഹായി മുത്തിപ്പായങ്ങേ മുൻപിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. ചെറിയനാട് പള്ളിയുടെ യൂദാത ദേവസ്വന്റെ കപ്പേളയുടെ മുന്നിൽ വച്ചിരിക്കുന്ന നേർച്ച ചെമ്പാണ് ഇത്. 11 ദിവസത്തെ തിരുനാളിന്റെ ഭാഗമായിട്ട് ഈ ചെമ്പ് ഇവിടെ വെക്കുകയും വെച്ചൂട്ടിനും അതുപോലെ ദേവാലയത്തിലേക്കുമൊക്കെയുള്ള നേർച്ചകൾ ആളുകൾ ഇതിൽ കൊണ്ടുവന്ന് ഇടുകയാണ് പതിവ്. തിരുനാളിന്റെ സമാപന ദിവസം ഈ ചെമ്പ് ഇവിടെ നിന്നെടുക്കും. ചെമ്പെടുക്കുന്നതിന് വേണ്ടി ഇപ്പോ അനിയച്ചന്റെ നേതൃത്വത്തിൽ ഇടവക അംഗങ്ങൾ ഈ ചെമ്പിന് അടുത്തേക്ക് കടന്നു വരികയാണ്. ഇവിടെ നിന്ന് എടുക്കുന്ന ഈ ചെമ്പുമായി ദേവാലയത്തിന്റെ കൊടിമരത്തിന് സമീപം ചെന്ന് കൊടി ഇറക്കി ആ കൊടിയുമായി വീണ്ടും ദേവാലയത്തിന് വലം വെച്ച് ദേവാലയത്തിന് അകത്ത് പ്രവേശിക്കുന്നതോടുകൂടെയാണ് ഇവിടത്തെ തിരുനാൾ ആഘോഷം സമാപിക്കുന്നത്. ഇപ്പോൾ ഈ ചെമ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ദേവാലയത്തിന്റെ കുരിശടിയുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗീയ സന്നിധേ മധ്യസ്ഥനായി അനുഗ്രഹം ചൊരിയുന്ന യൂദാത്ത ദേവുസേ, സ്വർഗീയ സന്നിധേ
മധ്യസ്ഥനായി അനുഗ്രഹം ചൊരിയുന്ന യൂദാത്തദേവുസേ, ഒരു പിടിയർത്ഥനകളുടെ നെഞ്ചിലേറ്റി അണയുന്നു ഞങ്ങൾ നിൻ പാദസന്നിധി. ഒരു പിടിയർത്ഥനകളുടെ നെഞ്ചിലേറ്റി അണയുന്നു ഞങ്ങൾ നിൻ പാദസന്നിധി. യൂദാത്തദേവുസേ, യാചന കേൾക്കണമേ. യൂദാത്തദേവുസേ, മാധ്യസ്ഥം പ്രാർത്ഥിക്കണേ. അസാധ്യ കാര്യങ്ങൾ സാധ്യമായി തീർത്തിടാൻ സ്വർഗസമക്ഷം പ്രാർത്ഥിക്കും വിശുദ്ധനെ. യാചന പ്രാർത്ഥനകൾക്കനുഗ്രഹമേകുന്ന നിന്നുടെ മാധ്യസ്ഥം മഹനീയമല്ലോ. കഥനങ്ങൾ ഒഴുക്കുന്ന ചുടുകണ്ണീർധാരകൾക്ക് ഉത്തരമരുളാൻ പ്രാർത്ഥിക്കണേ. യൂദാത്തദേവുസേ, യാചന കേൾക്കണമേ. യൂദാത്തദേവുസേ, മാധ്യസ്ഥം പ്രാർത്ഥിക്കണേ. ഗുഡ്നസ് പാരീഷ് മീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ഒപ്പം നിങ്ങളുടെ ദേവാലയത്തെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 8606420099 048027000893. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. ദൈവത്തിന്റെ കടാക്ഷമുണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. നിന്നുടെ സ്നേഹത്തിൻ അടയാളമല്ലോ നിൻ മുൻപിലുയർത്തും ശൂന്യമാം കരങ്ങളിൽ അനുഗ്രഹ നിറവിനായി പ്രാർത്ഥിക്കണേ. യൂദാത്തദേവുസേ, യാചന കേൾക്കണമേ. യൂദാത്തദേവുസേ, മാധ്യസ്ഥം പ്രാർത്ഥിക്കണേ.